പ്രൈസ് ദി ലോർഡ്. യേശുനാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മകളും ഉണ്ടാകട്ടെ. യേശു കർത്താവ് ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, ജനങ്ങൾ മനുഷ്യപുത്രനെ ആരെന്ന് പറയുന്നു? ശിഷ്യന്മാർ മറുപടി പറയുന്നു, ചിലർ യോഹന്നാൻ സ്നാപകനെന്നും ചിലർ ഏലിയാവെന്നും മറ്റു ചിലർ ഇരമ്യാവോ പ്രവാചകരിൽ ചിലരോ എന്നും പറയുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ യേശു അവരോട് ചോദിക്കുന്നു, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? പത്രോസ് പറയുന്നു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന്. യേശു കർത്താവ് അന്നേരം പറയുകയാണ്, ബറിയോന ശീമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തി തന്നത്, സ്വർഗത്തിലെ എൻ്റെ പിതാവാകുന്നു നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം, നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന്. അപ്പോൾ യേശു കർത്താവ് ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാകുന്നുവെന്ന് വെളിപ്പെടുത്തി കൊടുത്തത് ജഡരക്തങ്ങളല്ല, എന്നാൽ സ്വർഗത്തിലെ പിതാവാകുന്നു അത് വെളിപ്പെടുത്തി കൊടുത്തത്. ആ ഒരു വെളിപ്പാട് പത്രോസിന് കിട്ടി. അതുകൊണ്ടാണ് പത്രോസിനോട് പറയുന്നത്, നീ പത്രോസാകുന്നു. പെട്രോ എന്ന് പറഞ്ഞാൽ, പെട്രോ എന്ന വാക്കിൽ നിന്നാണ് പത്രോസ് ഉണ്ടായത്. പെട്രോ എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് വാക്കിൽ പാറക്കഷ്ണം എന്നാണ് പറയപ്പെടുന്നത്, എന്നാണ് അർത്ഥം. 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, യേശുക്രിസ്തു എന്ന് ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ നമുക്ക് ആർക്കും കഴിയുകയില്ല എന്ന്. യേശുക്രിസ്തു എന്ന ഒരു അടിസ്ഥാനം നമുക്കുണ്ട്. ആ അടിസ്ഥാനത്തിന്മേലാണ് നമ്മൾ പണിയപ്പെടേണ്ടത്. അതായത് ക്രിസ്തുവാകുന്ന പാറയിൽ നമ്മൾ അടിസ്ഥാനമിട്ടിരിക്കുന്നു. ആ പാറയിൽ ചേർന്ന് പണിയപ്പെടേണ്ടുന്ന പാറക്കഷ്ണങ്ങളായിട്ടാണ് നമ്മൾ മാറേണ്ടത്. ഇവിടെ യേശു കർത്താവ് പത്രോസിനോട് പറയുകയാണ്, നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. അതായത് പത്രോസ് ഒരു ജീവനുള്ള പാറക്കഷ്ണമാണ്. ആ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും ഇപ്പോൾ യെരുശലേമിൽ വിലാപമതിലിൽ പോയി നമ്മൾ മുട്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ ആ കല്ലുകൾക്ക് ജീവനില്ല. കർത്താവ് നമ്മളോട് എന്താണ് പറയുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ തന്നെ ജീവനുള്ള കല്ലുകളായി മാറണം. അങ്ങനെ ജീവനുള്ള കല്ലുകളായി മാറപ്പെടുന്ന നമ്മളെ നമ്മൾ ചേർന്ന് പണിയപ്പെടുന്ന അതാണ് കർത്താവിൻ്റെ സഭ എന്ന് പറയുന്നത്. അതാണ് ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയൊക്കെ പത്രോസിനോട് പറയണം, നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയുമെന്ന്. അങ്ങനെ ജീവനുള്ള കല്ലുകൾ ചേർന്ന് പണിയപ്പെടുന്നതാണ് ക്രിസ്തുവിൻ്റെ സഭ എന്ന് പറയുന്നത്. ജീവനുള്ള കല്ലുകളായി മാറുവാൻ ദൈവമായ കർത്താവ് നമ്മൾക്ക് ഓരോരുത്തർക്കും കൃപ നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.